പച്ചകുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് ശരീരത്തിൽ നീഡിൽസ് ഉപയോഗപ്പെടുത്തിയിട്ട് ചില സൂചി ഉപയോഗപ്പെടുത്തി തുളച്ചിട്ട് അതിൽ എന്ത് ചെയ്യാണ്, ചർമ്മത്തിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു തരം മഷി ഇഞ്ചക്റ്റ് ചെയ്യാണ്, നിറക്കുകയാണ്. അതാണല്ലോ ഇപ്പം ഇന്ന് ടാറ്റു ആയിട്ട് നമ്മൾ സമ്പ്രദായങ്ങളിലൊക്കെ ഒന്ന് കണ്ടുവരുന്നത്. പഴയ കാലം മുതൽക്കേ ഉണ്ട്. അവരത് സൂചിയിലൂടെ വേദനയോടുകൂടെ ആക്കിയിട്ട് അതിൽ പാനീയം നിറച്ച് അങ്ങനെ തന്നെ അത് മരിക്കോളം പോവില്ല. പല ഗോത്രങ്ങളുടെയും പല കബീലകളുടെയും ട്രൈബ്സിൻ്റെയും ഒക്കെ അടയാളങ്ങളായിട്ട് പോലും ഇന്നത് നിലനിൽക്കുന്നുണ്ട്. അവർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരെന്ത് ചെയ്യും, ഇങ്ങനെ പച്ച കുത്തും. പല നാടുകാരെയും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിറിയക്കാരായ ആണുങ്ങളൊക്കെ കൈമൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്, ഈ സൂര്യകൾ. അവരൊക്കെ അത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ പാരമ്പര്യമായിട്ട് അന്ന് അങ്ങനെ ചെയ്തു പോയതാണ്. ഇനി അത് കീറി മുറിച്ച് അവിടെ സ്കിന്നെടുത്ത് പറിച്ച് ഒഴിവാക്കേണ്ടി വരും, ആ സാധനം പോവില്ല. അപ്പോൾ അവർക്കെന്താ ഇപ്പം നിവൃത്തി എന്താ? അവർക്ക് നിവൃത്തിയൊന്നുമില്ല, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. കാരണം അതെടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് ആരോഗ്യപരമായിട്ട് ആ സ്കിൻ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. കാരണം അത്രയും ഇത് ഉള്ളിലേക്ക് നിറക്കുകയാണല്ലോ, അത് മാറ്റം ചെയ്യാനൊന്നും പറ്റില്ല, സ്റ്റിക്കർ ഒട്ടിക്കൊന്നുമല്ലല്ലോ അത്. അപ്പം അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്ത സംവിധാനമാണ്, സമ്പ്രദായമാണ്. അത് ചെയ്യുന്നവനും വൽ മുസ്തൗഷിമ, ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരെയും, അതാണാവട്ടെ പെണ്ണാവട്ടെ ആർക്കാണെങ്കിലും അത് പാടില്ല. അതേ അവസരത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമായി ഇസ്ലാം അനുവദിച്ചതാണ് മൈലാഞ്ചി അണിയുക എന്നുള്ളത്. മൈലാഞ്ചി ഇടാം, അത് ഒരു നിരോധിക്കപ്പെട്ട സംഗതിയല്ല, അത് അവർക്ക് അനുവദിച്ച ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മൈലാഞ്ചി പോലെ തന്നെ മൈലാഞ്ചിക്ക് പകരമായി ഇന്ന് മൈലാഞ്ചി ഒന്നും അല്ലാതെ തന്നെ വ്യത്യസ്തങ്ങളായ കളറുകളുടെ സ്റ്റിക്കറുകൾ പതിക്കുന്നുണ്ട് സ്ത്രീകൾ. അതിനും വിരോധമില്ല, അതിന് തകരാറില്ലാത്തതാണ്. അതുമൊക്കെ താൽക്കാലികമായ ഒരു പ്രവർത്തനങ്ങൾ മാത്രമാണ്. മൈലാഞ്ചി അല്ല, കൃത്രിമമായ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കളറുകൾ കൊണ്ട് സ്റ്റിക്കർ വെക്കുന്നതാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ അവിടെയും അങ്ങനെയുള്ള അലങ്കാരങ്ങൾ അണിയുന്നിടത്ത് പോലും പണ്ഡിതന്മാർ പലപ്പോഴും പല നിയമങ്ങളും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളൊന്നും അങ്ങനെ സ്റ്റിക്കറിൽ ചിത്രമാക്കി ശരീരത്തിൽ വെക്കാൻ പാടില്ല, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അത് പ്രകടമാകുന്നിടത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല, അവരുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല. ശരീരത്തിന് ഉപദ്രവകരമായ കളറുകളും അത് ആ രൂപത്തിലുള്ള പെയിൻറ് പോലെയുള്ള ശാരീരികമായി സ്കിന്നിന് ഉപദ്രവകരമാണെന്ന് മനസ്സിലാകുന്ന വസ്തുക്കളും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ തെമ്മാടികളായ സമൂഹത്തിലെ മോശക്കാരികളായ സ്ത്രീകൾ ചെയ്യുന്ന മോഡൽ തന്നെ ചെയ്ത് അവരോട് സാദൃശ്യമുള്ള മോഡലിൽ ചെയ്യുന്നതും ഹറാമാണ്. അതേപോലെ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ പ്രത്യേകമായ സിംബലുകളോ പ്രത്യേകം പിഴച്ച വിശ്വാസധാരകളെ സൂചിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങളോ നമ്മുടെ നാടുകളിൽ സ്വവർഗരതിക്കാരുടെ LGBT കമ്മ്യൂണിറ്റിയുടെ ആ രൂപത്തിലുള്ള പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളോ ഒക്കെയാണെങ്കിൽ അതും പാടില്ലാത്തതാണ്. മാത്രമല്ല ഔറത്തിൻ്റെ സ്ഥലങ്ങളിലും ഇത് നിഷിദ്ധമാണ്. ഇപ്പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ ഫൈദാ തമ്മഹാദാ ഫലാ നറാ മാനിഅൻ മിന തസയ്യുനി ബിഹി, ഇക്കാര്യങ്ങളൊക്കെ ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരമണിയുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ആ നിലക്കുള്ളത് അനുവദനീയാണ്. അത് താൽക്കാലിക സമ്പ്രദായത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, അതല്ലാതെ സ്ഥിരമായി ശരീരത്തിൽ നിലനിൽക്കുന്ന ടാറ്റുവിനെ കുറിച്ചല്ല. ടാറ്റു എന്ന് പറഞ്ഞാൽ തന്നെ അത് അതിൻ്റേതായ ഇന്നിപ്പോൾ നമ്മൾ സലൂണിൽ പോയി അല്ലെങ്കിൽ ടാറ്റു സെൻറ്ററുകളിൽ പോയി നമ്മൾ കാണുന്നൊന്നും വേണ്ട. ഇന്നിപ്പോൾ സുലഭമാണ്, നമുക്ക് കടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമോ എങ്ങനെയാണ് ഇത് ചെയ്യണത്, എത്ര വേദന അനുഭവിപ്പിച്ചിട്ടാണ് ചെയ്യണത്, എവിടെയൊക്കെയാണ് ചെയ്യണത്, ഏതെല്ലാം വൃത്തികെട്ട നിലക്കാണ് ചെയ്യണത്. ആണുങ്ങളാ ചെയ്തു കൊടുക്കുന്നത്, പെണ്ണിൻ്റെ ഗുഹ്യാവയവത്തിലും പോലും അത്ര വൃത്തികെട്ട നിലക്ക് ചെയ്യുന്ന പൈശാചികത. അതാണ് നമ്മുടെ അധ്യായവും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് ഒക്കെ ശൈത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്, പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ നിലക്കുള്ള മോശപ്പെട്ട പ്രവൃത്തിയാണ് ആ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ടാറ്റു സിസ്റ്റവും നമുക്കില്ല. ഇന്നത് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള സുന്ദരമായ അവൻ്റെ സ്കിന്നൊക്കെ മാറ്റിമറിച്ച് ധാരാളക്കണക്കിന് കളറുകൾ വാരിത്തേച്ച് വ്യത്യസ്തങ്ങളായ കോലത്തിൽ ആക്കി തീർക്കുന്ന അത്തരത്തിലുള്ള സമ്പ്രദായം അൽ വസ്മ് അള്ളാഹു ശപിച്ചിട്ടുള്ള ശാപഹേതുവായ പാപമാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അത് ഉദ്ധരിക്കുന്നത്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലഅനല്ലാഹു അൽ വാശിമാതി വൽ മുസ്തൗശിമാതി
വൽമുതനമ്മിസാതി വൽമുതഫല്ലിജാതി ലിൽഹുസ്നി അൽമുഗയ്യിറാതി ഖൽഖല്ലാഹ് ഫഖാലത് ലഹു ഇംറഅത്തുൻ ഫീ ദാലിക ഫഖാല വമാ ലീ ലാ അൽഅനു മൻ ലഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീ കിതാബില്ലാഹ് ഖാല അല്ലാഹു തആല വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു മുത്തഫഖുൻ അലൈഹി വൽമുതഫല്ലിജതു ഹിയല്ലതി തബ്റുദു മിൻ അസ്നാനിഹാ ലിയതബാഅദ ബഅദുഹാ അൻ ബഅദിൻ ഖലീലൻ വതുഹസ്സിനുഹാ വഹുവൽ വശ്റു വന്നാമിസ അല്ലതി തഅഖുദു മിൻ ശഅരി ഹാജിബി ഗൈരിഹാ വതുറഖിഖുഹു ലിയസീറ ഹസനൻ വൽമുതനമ്മിസ അല്ലതി തഅമുറു മൻ യഫ്അലു ബിഹാ ദാലിക. വിശാലമായി ഇപ്പം നമ്മൾ വിശദീകരിച്ചിട്ടുള്ള മുടികൂട്ടിച്ചേർക്കലും ടാറ്റു സമ്പ്രദായമാവുന്ന പച്ചകുത്തലും അല്ലാത്ത വേറെയും ഗുരുതരമായ 2 പാപങ്ങളും കൂടെ ഈ ഒരൊറ്റ ഹദീസിൽ തന്നെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ആരാ ഉദ്ധരിക്കുന്ന ഹദീസ്? മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ലഅനല്ലാഹുൽ വാശിമാതി, അല്ലാഹു ശപിച്ചിരിക്കുന്നു അൽ വാശിമാതി വൽ മുസ്തൗശിമാതി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പച്ച കുത്തുന്നവളെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവളെയും. അപ്പം അതിലൊക്കെ വാശിമാത്ത് മുസ്തൗശിമാത്ത് ഒക്കെ പറയാൻ സ്ത്രീലിംഗം ഉപയോഗിച്ച് പറയാൻ കാരണം പണ്ഡിതന്മാർ പറയുന്നത് ആദ്യകാലത്ത് അന്നൊക്കെ വ്യാപകമായിട്ട് ഇതൊക്കെ ആരാ ചെയ്യൽ? പെണ്ണുങ്ങൾക്കിടയിലാണ് ഈ രീതി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പെണ്ണിനെ പോലെ ആണും ആകാൻ വിചാരിച്ചപ്പോൾ പിന്നെ മാറ്റങ്ങൾ സ്വാഭാവികമാണല്ലോ. ഇന്നിപ്പോൾ അതെല്ലാവർക്കും ഉണ്ട്. എല്ലാ വിഭാഗത്തിലും ആണും പെണ്ണും ഒക്കെ ഒരുപോലെ ടാറ്റു ചെയ്യാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഭർത്താവിൻ്റെ പേരെഴുതി വെച്ചിട്ടും അല്ലാത്ത നിലക്കും പല നിലക്കും പല കോലത്തിൽ പല വിധത്തിലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, വൽ മുതനമ്മിസാത്തി, അതാണ് ഇപ്പോൾ മറ്റേ ഹദീസിൽ വരാത്ത വേറൊരു വിഷയം. വൽ മുതനമ്മിസാത്തി, എന്താണ് തനമ്മുസ് എന്ന് പറഞ്ഞാൽ? തനമ്മുസ് എന്ന് പറഞ്ഞാൽ പുരികം വടിക്കലാണ്, ത്രെഡ് ചെയ്യലാണ്. പുരികം ത്രെഡ് ചെയ്യലാണ് മുതനമ്മിസാത്ത്. അത് ചെയ്യുന്ന സ്ത്രീകളെയും ശപിച്ചിരിക്കുന്നു. വൽ മുതഫല്ലിജാത്തി, വൽ മുതഫല്ലിജാത്തി, പല്ലുകൾക്ക് വിടവ് വരുത്തുന്നവരെയും, പല്ലുകൾക്ക് വിടവ് വരുത്തുക എന്തിന്? ലിൽ ഹുസ്നി, ഭംഗി കൂട്ടാൻ പല്ലുകളിൽ ചില പ്രത്യേകമായ വേലകൾ ചെയ്യുന്നവർ, അതാണ് മുത്തഫല്ലിജാത്തി ലിൽ ഹുസ്നി. അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുന്നവർ. ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് ആ പ്രവൃത്തിയാണ്. റബ്ബ് കൊടുത്തിട്ടുള്ള ഒറിജിനാലിറ്റിയിൽ നിന്ന് അവർ മാറ്റം വരുത്തുന്നു എന്നുള്ളത്. ഫഖാലത്ത് ലഹു ഇംറഅത്തുൻ ഫീ ദാലിക, ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ചപ്പോൾ ഒരു സഹോദരി ചോദിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്. മറ്റൊരു ഹദീസിൽ കാണാം, ബനു അസദ് ഗോത്രക്കാരിയായ ഉമ്മു യഅഖൂബ് എന്നറിയപ്പെടുന്ന ഒരു സഹോദരിയാണ് ആ ചോദ്യവുമായിട്ട് വന്നത്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടല്ലോ, ഞാൻ ഖുർആനിൽ ഇതൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, നിങ്ങൾക്കത് എവിടുന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അപ്പം സഹാബി പറഞ്ഞു കൊടുത്തു, അപ്പോൾ മാലി, എനിക്കെന്താ തടസ്സം? ലാ അൽഅനു, ശപിക്കാതിരിക്കാൻ എനിക്കെന്ത് തടസ്സമാണുള്ളത്? വമാലി ലാ അൽഅനു, ശപിക്കാതിരിക്കാൻ എനിക്കെന്താ തടസ്സം? മല്ലഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ചവരെ എനിക്ക് ശപിക്കാൻ എന്താ തടസ്സം? മാത്രമല്ല വഹുവ ഫീ കിതാബില്ലാ, ഈ കാര്യം അള്ളാൻ്റെ ഖുർആനിലും ഉണ്ട്, ഈ കാര്യം അള്ളാൻ്റെ ഖുർആനിലും ഉണ്ട്. അപ്പോഴാണ് ഈ സഹോദരി ചോദിക്കുന്നത്, ഞാൻ ഖുർആൻ്റെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ഞാനതിൽ കണ്ടിട്ടില്ലല്ലോ. മുടി കൂട്ടിച്ചേർക്കുന്നവരെയും പച്ച കുത്തുന്നവരെയും പുരികം ത്രെഡ് ചെയ്യുന്നവരെയും പല്ലുരാഗി വൃത്തിയാക്കുന്നവരെയും ഒക്കെ ശപിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയണേ, നിങ്ങൾ ഖുർആൻ ഓതേണ്ട രൂപത്തിൽ ഓതിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കും ആ ആയത്ത് കാണായിരുന്നു. ആഹാ, അങ്ങനെ ഉണ്ടെന്നാൽ ഖുർആനിലപ്പോൾ എന്തേപ്പം എനിക്ക് പയച്ചു, എന്നിട്ടാണ് ഓതി കൊടുത്തു. ഈ ആയത്തൊന്ന് വായിച്ചു നോക്കിയേന്ന്. ഏതായത്ത്? സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്ത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ, അല്ലാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതെന്തോ അത് നിങ്ങൾ മുറുകെ പിടിച്ചോളണം, അത് നിങ്ങൾ സ്വീകരിച്ചോളണം. വമാ നഹാകും അൻഹു, ആ നബി നിങ്ങളോട് എന്തിനെക്കുറിച്ച് വിരോധിച്ചുവോ ഫൻതഹൂ, നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നോളണം. അല്ലാഹുവിൻ്റെ റസൂൽ ഇത് വിരോധിച്ചിട്ടുണ്ട്.
അള്ളാൻ്റെ റസൂൽ വിരോധിച്ച കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ അത് കിതാബിൽ വന്നില്ലപ്പോൾ അള്ളാൻ്റെ റസൂൽ വിരോധിച്ചതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. വിരോധിച്ച പട്ടികയാണ് ഇപ്പോൾ ഞാൻ ഈ എണ്ണിയതൊക്കെ. ഈ ഹദീസ് നബി തങ്ങളിൽ നിന്ന് കേട്ടതാണ്. അപ്പോൾ ഖുർആനിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾ ഓതേണ്ട രൂപത്തിൽ ഖുർആനിൽ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിൽ ഇത് കാണാൻ പറ്റും എന്ന് പറയുന്നത്. അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സഹോദരിക്ക് കാര്യം ബോധ്യമായി. അപ്പോൾ ഉടനെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചു. നിങ്ങളെ പെണ്ണുങ്ങളിങ്ങനെ പുരികം ത്രെഡീനുണ്ടല്ലോ, അങ്ങനെ പിന്നെ ഭംഗി കൂട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആരോടാ ചോദിക്കുന്നത്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇല്ല, ഉണ്ടെങ്കിൽ പോയി നോക്കുന്നു. ആ സ്ത്രീ പോയി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ അടുത്ത് എന്തോ ധാരണ വന്നു പോയതാണ്. ആ സമയത്ത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നൊരു വർത്താനുണ്ട്, ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ആ സംഭവം. അവർ പറയുന്നത്, അവരെങ്ങാനും അങ്ങനെ ഞാൻ ഈ നിരോധിച്ച സംഗതികൾ അറിഞ്ഞിട്ട് അവരത് ചെയ്തിരുന്നു, വല്ലാഹി മാ ജാമഅത്തുഹ, ഞാൻ പിന്നെ അവരോട് ഇനി ലൈംഗിക ബന്ധം നടത്തൂല എന്ന് ഉറപ്പായിരുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ കുടുംബത്തിൽ ഇസ്ലാമികമായിട്ടൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിന് വിരുദ്ധം നിന്നാൽ അത്ര അവരതിനോട് രോഷമുള്ളവരായിരുന്നു. ദീനിയായിട്ടൊരു കാര്യം അള്ളാഹ് നിഷിദ്ധമാക്കിയത് പിന്നെ അത് അറിഞ്ഞിട്ടും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് അവരാരും കണ്ടിരുന്നില്ല എന്ന് ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഇതിൻ്റെ ശാരിഹകൾ ഹദീസ് വിശദീകരിക്കുന്നവർ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ശാപഹേതുവായ കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ ഇന്ന് ധാരാളം ഈ പുരികം ത്രെഡ് ചെയ്യുക, ഈ ഐബ്രോ ത്രെഡിങ്, പ്ലക്കിങ് പോലെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ കർമ്മശാസ്ത്രപരമായിട്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് നൂലുപയോഗിച്ച് ആണ് ത്രെഡിങ് ആണെങ്കിലും ഷേവ് ചെയ്യൽ ഒട്ടും പറ്റൂല. പല സ്ത്രീകളും എന്ത് ചെയ്യും, പറ്റങ്ങോട്ട് ഷേവ് ചെയ്യും. പറ്റങ്ങോട്ട് ഷേവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, ഐബ്രോ കൊണ്ടോ മറ്റേതെങ്കിലും നല്ല കളർ കൊണ്ട് എന്ത് ചെയ്യും, ഒരു വര ഇങ്ങനെ കൃത്യമായിട്ടും വരക്കും. മഹാനിഷിദ്ധമായ സംഗതിയാണ്. അതേപോലെ തന്നെയാണ് പുരികം. ഉള്ള പുരികത്തെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ മൈന്യൂട്ടാക്കിയിട്ട് ഇങ്ങനെ തെർക്കീക്കാക്കുക, അതിന് തഷ്കീർ എന്നാണ് പറയുക. അതാണ് അതുകൊണ്ട് പിന്നെ നബി ഇമാമിൻ്റെ ആ പിന്നെ വ്യാഖ്യാനത്തിൽ അവിടെ കൃത്യമായി പറഞ്ഞു, തുറക്കിഖുഹാൻ. അതിങ്ങനെ നേരിയ രൂപത്തിൽ ഇങ്ങനെ ഒരു അമ്പുമായി വളഞ്ഞിങ്ങനെ ആക്കി തീർക്കുക. മറ്റുള്ളതൊക്കെ അപ്പുറമൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആ മുടിയൊക്കെ പറിച്ചാണ് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവർ, പറ്റ വടിച്ചിട്ട് ആ സ്ഥാനത്ത് ലൈനിടുന്നവർ, ഇതൊക്കെ നിഷിദ്ധമായ സംഗതിയാണ്. അതേ അവസരത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് പുരികം വല്ലാതെ, ആണാവട്ടെ പെണ്ണാവട്ടെ, പുരികം വല്ലാതെ നീണ്ട് താഴത്തേക്ക് കാഴ്ചക്ക് അഭംഗിയാകുന്ന നിലക്ക് അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വെട്ടി ചെറുതാക്കുന്നതിന് വിരോധമില്ല. അതേ അവസരത്തിൽ എന്ത് ചെയ്യണം, അത് പ്രത്യേകമായ നിലക്ക് കൂട്ടുപുരികങ്ങൾ, ഇപ്പോൾ കൂട്ടുപുരികം എന്ന് പറയുന്നത് എന്താണ്, രണ്ട് പുരികത്തിൻ്റെയും ഇടക്ക് മൂക്കിൻ്റെ നേരെ മീതെ ഭാഗത്തുള്ളതാണ്, അത് മാറ്റുന്നതിന് വിരോധമല്ല. കാരണം അത് ഒറിജിനൽ ഒരു കൃത്യമായ നിലക്കുള്ള ഒരു പുരികല്ല, ഒരു കൂട്ടുപുരികം. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും തന്നെ പിന്നെ താടി വളരുന്ന സ്ത്രീകളുണ്ട്, മീശ വളരുന്ന സ്ത്രീകളുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ വളരുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വൈകല്യമാണ്. അതൊക്കെ അവർക്ക് നീക്കാനുള്ള അനുവാദങ്ങൾ ഉണ്ട് താനും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീശയുടെ സ്ഥാനത്തോ ഒരു സ്ഥാനത്തോ ഒക്കെ ലേസർ ഉപയോഗപ്പെടുത്തിയിട്ടോ പ്ലക്ക് ചെയ്തിട്ടോ ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാം. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താടി രോമം വടിച്ചു കളയാൻ അവന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതൊക്കെ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് അവളുടെ പുരികം ഇങ്ങനെ വടിച്ച് അവിടെ ഇങ്ങനെ ആ വിധത്തിൽ ലൈനൊക്കെ ഇടുന്നത് വിരോധിക്കപ്പെട്ടു, ശാപഹേതുവാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഈ പുരുഷന്മാർക്ക് മനസ്സിലാക്കിക്കൂടെ താടി ഇങ്ങനെ ഷേവ് ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്നുള്ളത്. അതൊക്കെ ഒരു ഈമാനുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പോകുന്ന സംഗതികളല്ലേ എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ അതിനോട് ചേർത്ത് മനസ്സിലാക്കുവാൻ വേണ്ടി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. പല പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. കുറേ വിഷയങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നു, വലിൽ അസഫ്, സങ്കടകരമെന്ന് പറയട്ടെ, ബഅ്ദു നിസാഇ ലറുബ്ബമാ തതസാഹലു ഫീ ഹാദാ, ഈ കാലഘട്ടത്തിലെ സ്ത്രീകളൊന്നും ഇന്നത് തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാലമായല്ലോ. അവരെത്രയാണ് അവരുടെ പുരികങ്ങൾ, ഏതെല്ലാം വിധത്തിലാണ് അവരിന്ന് ഭംഗി കൂട്ടുന്നത്, ഏതെല്ലാം വിധത്തിലാണ് അവർ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. വകൈഫ യജ്തരിഉ, എങ്ങനെയാണ് അവർക്കതിന് ധൈര്യം വരുന്നത്, എത്രയെത്ര രൂപത്തിലുള്ള ശാപം പേറിക്കൊണ്ടാണ് പിന്നെയും അവർ ജീവിക്കുന്നത്, എങ്ങനെയാണ് പിന്നെയും അവർക്ക് ചിരിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് അവർക്ക് കൈഫ യനാമു ഉറങ്ങാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ കഴിയുന്നത്. അള്ളാഹു ഇത്രത്തോളം ശാപഹേതുവായ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ. അതേപോലെ തന്നെ പുരികത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണെന്ത് മറ്റേ വിഷയവും പറഞ്ഞത്, പല്ലുകൾ അലങ്കാരത്തിന് വേണ്ടി പ്രത്യേകമായ രൂപത്തിൽ, അതാണ് അൽ മുത്തഫല്ലിജാത്ത്,
തഫല്ലുജ് എന്ന് പറഞ്ഞാൽ പല്ലുകൾ ഇങ്ങനെ പ്രായക്കുറവ് തോന്നിക്കാൻ വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനുള്ള വൈകല്യങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംസാരത്തിന് വൈകല്യം, ഭക്ഷണം കഴിക്കുമ്പോൾ വൈകല്യം, പല്ലൊക്കെ പുറത്തേക്ക് തള്ളി ഉന്തി നിൽക്കുകയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്ന് ഇപ്പോൾ പല്ലുകൾ കെട്ടുന്ന ബ്രൈസസ് പോലെയുള്ള ആ നിലക്കുള്ള ചികിത്സാ രീതികൾ, അങ്ങനെയുള്ള രൂപത്തിലുള്ള വൈകല്യങ്ങൾ നീക്കുന്ന നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അത് ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല? തഫല്ലുജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതല്ലാത്ത നിലക്ക് വേറെ പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള നിലക്ക് ഒരാവശ്യമില്ലാതെ തന്നെ പല്ലൊക്കെ ഒന്ന് കെട്ടി ഒന്നും കൂടിയും ഭംഗി കൂട്ടുക, ഒന്നും കൂടി ഇങ്ങനെ ഉണ്ട് അലങ്കാരം, ഒന്നും കൂടിയാണ്ട് വെള്ളമൊന്നും പോരാ, ഒരു കുഴപ്പമില്ല, കാഴ്ചക്കൊരു കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേകിച്ചൊരു ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ മീതെ പല്ല് വളരുകയോ പ്രയാസം, സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ ഒരു വൈകല്യം ഒന്നും തോന്നൂല. പക്ഷെ എന്നാലും എല്ലാവരും ഇങ്ങനെ ചെയ്യല്ലേ, അപ്പോൾ ഞാനും ഒന്ന് ചെയ്യുക എന്നുള്ള നിലക്ക് ഇങ്ങനെ പല്ലൊക്കെ ഒന്ന് ഇങ്ങനെ കെട്ടിവെക്കുന്ന വൃത്തി, ആ രൂപത്തിലുള്ള തഫല്ലുജുകളൊക്കെ വിരോധിച്ചിരിക്കുകയാണ്. വൈകല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എന്ന നിലക്ക് ചെയ്യുന്ന അത്തരത്തിൽ പല്ലിൻ്റെ ഒരേ നിരയാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയും തള്ളിയൊക്കെ നിൽക്കുന്ന വൈകല്യങ്ങളെ മാറ്റുക എന്നുള്ളതിലൊക്കെ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമാക്കിയിടത്ത് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പൈശാചികമായ ദുർബോധനങ്ങളാണ് മനുഷ്യരിൽ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ നിലക്ക് പ്രചാരത്തിലുള്ള വ്യത്യസ്ത മോഡലുകളിൽ ചെയ്യുവാൻ അവന് പ്രേരകമായി കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വരുന്ന വിഷയം എന്താണ്? ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ പ്രകൃതി, ആ ഒരു പ്രകൃതിയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് റബ്ബ് തന്ന ആ ഒരു പ്രകൃതിയൊന്നും പോരാ, അതിനേക്കാൾ നല്ലോണം ഭംഗി കൂട്ടണം എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഷഫത്ത്, ചുണ്ട് സർജറി ചെയ്യുന്നവർ, മൂക്ക് സർജറി, പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ കേവലം ഭംഗി കൂട്ടാനാണ്. അതേ അവസരത്തിൽ ഒരാൾക്ക് മുച്ചിറിയുണ്ട്, അങ്ങനെയുണ്ടല്ലോ, ചുണ്ടിന് വൈകല്യം ജന്മനാ ഉള്ള ആളുകളുണ്ടാകും, അപകടം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ മൂക്കിന്, അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങൾക്ക്, ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള വൈകല്യങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്ന നിലക്ക് ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടതും. അതേ അവസരത്തിൽ അങ്ങനെ ഒരു ഒന്നുമല്ല, ഒരു ഫാഷൻ, ഒരു ഭംഗി സമൂഹത്തിലെല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ഒന്നും കൂടി ചെയ്യുക, ഈ നിലക്കുള്ള അതാണ് അൽ മുത്തഫല്ലിജാത്തിലിൽ ഹുസ്നി എന്ന് പറയാൻ കാരണം. നോക്കൂ, നിങ്ങൾ ആ ഹദീസ് ശ്രദ്ധിച്ചില്ലേ? അൽ മുത്തഫല്ലിജാത്തിലിൽ ഹുസ്നീൻ, ആ നിലക്കുള്ള ഭംഗി കൂട്ടാൻ വേണ്ടി. അവിടെ അത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ലിൽ ഹുസ്നി എന്ന് പറയാൻ കാരണം എന്താണ്? അതിൽ നിന്ന് ഇലാജ് ഒഴിവാണ്, ഐബിനുള്ള ന്യൂനതകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് അതിൽ പെടൂല എന്നറിയിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവം തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ അൽ മുത്തഫല്ലിജാത്തിലിൽ ഹുസ്നി എന്ന് പ്രയോഗിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണുവാൻ സാധിക്കും.